അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. ഇന്ന് നിങ്ങളെ അറിയിക്കാനുള്ളത് 2 മരണവാർത്തകളാണ്. ഓരോ മരണത്തിലൂടെയും നമുക്ക് ഒരുപാട് പാഠങ്ങളാണ് പടച്ചിറപ്പ് തന്നുകൊണ്ടിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന നമുക്ക് പഠിക്കാനും ഓർമ്മപ്പെടുത്താനുമായി ഓരോ കാര്യങ്ങളാണ് പടച്ചിറപ്പ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ചിലരിന്ന് മരണത്തോട് മല്ലടിക്കുന്നു. ചെറിയൊരു ശ്വാസത്തിന് വേണ്ടി പെടാപ്പാടുപെടുന്നു. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നു. മരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ ചിലർ സ്വയം ജീവൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എനിക്ക് ആദ്യം നിങ്ങളെ അറിയിക്കാനുള്ളത് ഈ ഒരു പ്രവാസിയുടെ മരണമാണ്. ഒരു പ്രവാസിയുടെ മരണമെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വേദനയാണ്. സ്വന്തം ജീവിതം മറന്ന് മറ്റുള്ളവർക്ക് ജീവിക്കുന്ന പ്രവാസികൾക്ക് ജീവിതവുമില്ല, ഇന്ന് ജീവനും ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദിവസേന എത്രയെത്ര പ്രവാസികളെയാണ് അങ്ങ് പ്രവാസ ലോകത്ത് നിന്നും പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊടുത്തുവിടുന്നത്. ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് അറ്റാക്ക് മൂലം. യാക്കൂബ് എന്ന ഈ ഒരു സഹോദരൻ മരണപ്പെട്ടിരിക്കുന്നത് ആക്സിഡൻ്റ് ആയാണ്. ഒരു കുടുംബത്തിൻ്റെ സ്വപ്നം, ആഗ്രഹം, ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കൊടുത്താണ് യാക്കൂബ് എന്ന ഈ ഒരു 35 വയസ്സുകാരൻ ഈ ഒരു 1.5 മാസം മുമ്പ് അവധി കഴിഞ്ഞ് അങ്ങ് പ്രവാസ ലോകത്ത് ഖത്തറിലേക്ക് പോയത്. ഖത്തറിലുണ്ടായ വാഹനാപകടത്തിലാണ് കോഴിക്കോട് സ്വദേശിയായ ഈ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പന്തീരങ്കാവ് പെരുവണ്ണ തെക്കേപ്പാടം സ്വദേശി കുറുങ്ങോട്ടുമ്മൽ KT യാക്കൂബാണ് അതിദാരുണമായി ഇതുപോലെ മരണപ്പെട്ടു പോയത്. 35 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഏറെ വേദനപ്പെടുത്തുന്നത് ഇന്ന് ഭാര്യയും 2 മക്കളുമാണ് വയ്യാതാരായി പോയത്. പടച്ചിറപ്പ് അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. അവരുടെ മുന്നോട്ടുള്ള ജീവിതം പടച്ചിറപ്പ് തന്നെ സംരക്ഷിക്കുമാറാകട്ടെ. ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പെരുമണ്ണ കവിഞ്ഞൂർ കോയക്കുട്ടിയുടെയും ജമീലയുടെയും മകനാണ് മരണപ്പെട്ടുപോയ യാക്കൂബ്. ആ മാതാപിതാക്കൾക്ക് പടച്ചിറപ്പ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. ഈ 1.5 മാസം മുമ്പാണ് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കൊടുത്ത് അങ്ങ് പ്രവാസ ലോകത്തേക്ക് പോയത്. ഇന്ന് ആ പ്രവാസിയുടെ മയ്യത്തും കാത്തിരിക്കുകയാണ് നാട്ടിൽ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ താമസിച്ചത്, പെട്ടെന്ന് ഇതുപോലുള്ള വാർത്തകൾ ആ ഒരു കുടുംബത്തിലേക്ക് എത്തുമ്പോൾ അവർ ഷോക്കായി പോകും. അതുകൊണ്ട് തന്നെയാണ് ചില മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്താൻ താമസിച്ചു പോകുന്നത്. നടപടി കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം നാട്ടിലെത്തിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇന്ന് യാക്കൂബിൻ്റെ മയ്യത്തിന് വേണ്ടി ആളുകൾ കാത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഒരുപാട് കുടുംബത്തിൻ്റെ വേദനയിൽ നമുക്കിതിലൂടെ പങ്കുചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരുടെയൊക്കെ കുടുംബത്തിൻ്റെ വേദനയിലാണ് നമ്മൾ ഇതുപോലെ പങ്കുചേർന്നത്. പിന്നെ എനിക്ക് ഏറെ വേദന തോന്നിയ ഒരു മരണമായിരുന്നു കണ്ണൂർ ഇരിട്ടി വള്ളിത്തോട് സ്വദേശിയായ സജീറിൻ്റെ മരണം. ഇയാൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യാനെന്ന് നമ്മളൊക്കെ ചിന്തിച്ചു പോകുകയാണ്. നിസ്കാരത്തായ്മൊക്കെ ഉണ്ട്. ഇത്രയും ദുർബലരാണ് മനുഷ്യരുടെ മനസ്സ്. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ എന്നത് പാപമാണ്, കടുത്ത ഹറാമാണ്. ചെയ്തവർക്കും പ്രേരിപ്പിച്ചവർക്കും കടുത്ത ശിക്ഷ തന്നെയാണ് പടച്ചിറപ്പിൽ നിന്നും ഉണ്ടാവുക. പടച്ചിറപ്പ് കാരുണ്യവാനാണ്, പുറത്തു തരട്ടെ. ഒരു നിമിഷത്തിൽ തോന്നുന്നതാണ് ഇതൊക്കെ. ഈ ഒരു ഞെട്ടിക്കുന്ന വാർത്ത വന്നിരിക്കുന്നത് വയനാട് മാനന്തവാടിയിൽ നിന്നാണ്. സജീർ എന്ന ഈ 42 വയസ്സുകാരൻ തൻ്റെ ഭാര്യയും മക്കളെയും കാറിലിരുത്തി ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയാണ്. ഒപ്പമുണ്ടായിരുന്ന സജീറിൻ്റെ കുടുംബം പടച്ചിറപ്പിൻ്റെ അനുഗ്രഹത്താൽ അവർ രക്ഷപ്പെട്ടു. സജീർ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു വാർത്ത അറിയിക്കുന്നത് സജീർ തന്നെയാണ്. മരണത്തിന് തൊട്ട് മുമ്പ് ഇയാൾ കാറിലിരുന്നു കൊണ്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. ആ വീഡിയോ ആണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളുടെ മുന്നിൽ എത്തുന്നത്. എൻ്റെ മരണത്തിന് കാരണക്കാർ ഇവരാണെന്നും പറഞ്ഞ്. വ്യാഴാഴ്ച രാത്രി 10:30 സംഭവം. സജീർ കച്ചവടം ചെയ്യുന്ന കെട്ടിട ഉടമയുമായിട്ടുള്ള എന്തോ ഒരു തർക്കമാണ്, സാമ്പത്തിക തർക്കം. പണവുമായി ബന്ധപ്പെട്ട എന്തോ പ്രശ്നമാണ്. എന്തോ കടത്തിലാവുകയും പ്രയാസത്തിലാവുകയും ഇദ്ദേഹം മരണത്തിന് തൊട്ട് മുമ്പ് എടുത്ത ആ വീഡിയോയിൽ ഇങ്ങനെയാണ് പറയുന്നത്. എൻ്റെ മരണത്തിന് കാരണം എൻ്റെ ഓളെയും എൻ്റെ മക്കളെയും മരണത്തിന് കാരണം EC ബാപ്പു മാനന്തവാടി. കാരണം EC ബാപ്പുവിൻ്റെ ഒരു ബിൽഡിങ് കുട്ടത്തുണ്ട്. ഞാൻ 1,20,00,000 റുപ്യ എനിക്ക് അവിടെ മുടക്കുന്നുണ്ട്. അതിൽ തന്നില്ല അയാളോട് ഞാൻ 25 ലക്ഷം റുപ്യ വാങ്ങിച്ചിട്ടാണ് അയാൾക്ക് ഞാൻ ആ ബിൽഡിങ് കൊടുക്കുന്നത്. അയാൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയാൾക്ക് എന്തില്ല ബിൽഡിങ് കൊടുക്കും. ഞാൻ ഫസ്റ്റേ പറഞ്ഞ് പേരോ ബാക്കി വേറെ എഗ്രിമെൻ്റ് ഒന്നും കൊടുക്കാൻ പാടില്ല.
ഞാൻ വരുന്ന ദിവസം വരെ എന്തെങ്കിലും നിങ്ങൾ ആ ബിൽഡിങ് നടത്തിക്കാനൊക്കെ ₹1 വേണ്ട, അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ആ ബിൽഡിങ് കൊടുക്കുന്നത്. ഇപ്പം എന്തില്ല, അയാളെന്തില്ല, വേറെ ആൾക്കാർക്ക് വേറെ ഇപ്പോൾ ഒരു കൂട്ടത്തിലൊരു പാർട്ടിയെ കേട്ടില്ലേ? എന്തെന്നായാലും ഏറെ പ്രയാസപ്പെടുത്തുന്ന ഒരു മരണമായിപ്പോയി. അവസാനം മരണമാണ് ഇയാൾ തിരഞ്ഞെടുത്തത്. ചില ആളുകൾ തീരെ പ്രതികരണശേഷിയില്ലാത്തവരായിരിക്കും. അവരുടെ മനസ്സും വളരെ ദുർബലമായിരിക്കും. അവരാണ് ഇതുപോലുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത്. വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ആരും ഇന്നില്ല. പലരും പല പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. കടബാധ്യതകൾ കൊണ്ട് ഏറെക്കാലം ഉറക്കമില്ലാതെ കഴിയുന്നവരുണ്ട്. എല്ലാവരും ജീവിച്ചു പോകുന്നത് പടച്ച റബ്ബിനെ ഓർത്താണ്. ഓരോരുത്തരും ജീവിച്ചു പോകുന്നത്. ഇതുപോലൊക്കെ തോന്നുമ്പോൾ റബ്ബിനെ ഒന്ന് ഓർക്കാം. നമുക്ക് ജീവനും ജീവിതവും തന്ന നമ്മുടെ റബ്ബിനെക്കുറിച്ച് നമ്മൾ ഓർക്കാം. ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. അത് നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ആ ഒരു ജീവിതത്തിൽ സങ്കടവും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ തരണം ചെയ്ത് ജീവിച്ചങ്ങ് പോവുക. അവിടെയാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നത്. ജീവനുള്ള കാലത്ത് മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരം ഉള്ളൂ. അത് നമ്മൾ പരമാവധി ഉപയോഗിക്കുക. ജീവനില്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ, എത്ര ആളുകളാണ് ഒരു ശ്വാസത്തിന് വേണ്ടി പെടാപ്പാടുപെടുന്നത്. എത്രയെത്ര രോഗികളുണ്ട് ജീവന് വേണ്ടി മല്ലിടുന്നത്. അപ്പോഴാണ് ഇതുപോലുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നത്. അതും ഒരു ദീനിയായ മനുഷ്യനാണെന്ന് തോന്നുന്നു ഇയാൾ. നെറ്റിയിൽ നല്ല നിസ്കാര താമ്പുകളൊക്കെ ഉണ്ട്. പടച്ച റബ്ബ് ഇതുപോലുള്ള അവസ്ഥയിൽ നിന്നും എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു നിമിഷത്തിൽ തോന്നുന്നതാണ്. അത് എല്ലാവർക്കും തോന്നിയിട്ടും ഉണ്ടാകും. ആ ഒരു നിമിഷവും നമ്മൾ കടന്നു പോയാൽ, നമ്മൾ തരണം ചെയ്തു പോയാൽ, പിന്നെ ഇതുപോലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമുക്ക് നേരിടാനുള്ള ശക്തി ഉണ്ടാകും. ആ ഒരു നിമിഷത്തെ നമ്മൾ അതിജീവിക്കുക. അങ്ങനെ ഒന്ന് നോക്കിയേ, നമുക്കൊരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങളും വന്നു. അതിനെ നമ്മൾ തരണം ചെയ്യുക. അതിനെ നമ്മൾ തരണം ചെയ്താൽ പിന്നെ വരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ, ഭാര്യ, മക്കൾ, അവരുടെ സപ്പോർട്ടാണ് കൂടുതലായും വേണ്ടത്. അവരെ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുക. ഒരാളുടെ വിഷമത്തിലും പ്രയാസത്തിലും ഒരാൾ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം വേറെ ഒന്നും ഉണ്ടാവില്ല. പടച്ച റബ്ബെ എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. പടച്ച റബ്ബെ, അർഹമുറാഹിമായ റബ്ബെ, സജീർ, യാക്കൂബ് എന്ന 2 വ്യക്തികൾ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ. അവർക്ക് നീ മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ഇവരുടെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ. ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. പടച്ച റബ്ബെ, പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബെ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. പടച്ച റബ്ബെ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.